ആലുവ ബൈപ്പാസ് മേൽപ്പാലത്തിൽ നിയന്ത്രണം വിട്ട കാർ പാലത്തിന്റെ ഭിത്തി തകർന്ന് താഴേക്ക് പതിച്ചു. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന 5 സ്ത്രീകൾക്ക് പരിക്ക്. സംഭവം ഉച്ചയ്ക്ക് 1 മണിയോടെ. കോതമംഗലം പുളിന്താനം പള്ളിയിൽ സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നടപ്പായില്ല. പള്ളി ഏറ്റെടുക്കാൻ ഇന്നലെ പോലീസ് എത്തിയെങ്കിലും യാക്കോബായ വിഭാഗം പ്രതിഷേധവുമായി സംഘടിച്ചതോടെ ഉത്തരവ് നടപ്പായില്ല. യാക്കോബായ സഭ ഭാരവാഹികൾ അടക്കമുള്ളവർ ഏറ്റെടുക്കലിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത്. നാളെ മുഴുവന്നൂർ പള്ളിയിൽ ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് എത്തുമെന്ന് വിവരം. തൃശൂർ കുണ്ടഴിയൂർ GM UP സ്കൂളിൽ ബഷീർ ദിനം ആചരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണകൾ പുതുക്കുന്ന കഥാരചനകൾ, പോസ്റ്റർ നിർമ്മാണം, വിവിധ കലാപരിപാടികൾ നടന്നു. പ്രസിഡന്റ് അഫ്സൽ പാടൂർ ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിൽ മാളിൽ തീപിടുത്തമുണ്ടായത് നോയിഡയിലെ വേവ് സിറ്റി സെന്ററിലെ ലോജിക്സ് മാളിൽ. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കൊല്ലം തുരുത്തിക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചത് മുതുകിലക്കാട് സ്വദേശി പരമേശ്വരൻ പിള്ള. ഒരാളുടെ നില ഗുരുതരം. മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. യന്ത്രത്തകരാർ മൂലം കടലിൽപ്പെട്ടത് മത്സ്യബന്ധനത്തിന് പോയ കടപ്രൻ വെള്ളം. കോഴിക്കോട് പൂവാട്ടുപറമ്പുപാറയിൽ വീണ്ടും വാഹനാപകടം. അപകടം നടന്നത് കഴിഞ്ഞാഴ്ച അപകടമുണ്ടായ പ്രദേശത്ത്. അപകടത്തിൽ കാറിടിച്ചു ബൈക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ലേബർ പാർട്ടിയുടെ MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫ്. തെരഞ്ഞെടുക്കപ്പെട്ടത് ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്ന്. കൺസർവേറ്റീവിന്റെ കുത്തക മണ്ഡലത്തിലാണ് സോജന്റെ അട്ടിമറി ജയം. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയാണ് ഇദ്ദേഹം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ഡോർ തുറന്ന് നിലത്തു വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. തിരുമല AMHSലെ +2 വിദ്യാർത്ഥി സന്ദീപിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ മലയൻകീഴ് പോലീസ് നടപടി സ്വീകരിച്ചു. തെലങ്കാനയിൽ BRSന് കനത്ത തിരിച്ചടിയായി കൂറുമാറ്റം. 6 MLC-മാർ കോൺഗ്രസിൽ ചേർന്നു. BRS നേതാവും രാജ്യസഭാ MP-യുമായ കേശവറാവു കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെയാണ് MLC-മാരുടെ കൂറുമാറ്റം. പ്രശസ്ത ഗാതികൻ V സാംബശിവന്റെ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണം സംഘടിപ്പിച്ചത് കൊല്ലം പോരുവഴി പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ. നേതൃസമിതി കൺവീനറും എഴുത്തുകാരനുമായ മധു സാന്ദീപനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മട്ടന്നൂരിൽ PRNS കോളേജ് പ്രിൻസിപ്പാളിനു നേരെ KSU നേതാക്കളുടെ ഭീഷണി. ഇത് തിരുവനന്തപുരമല്ലെന്നും മട്ടന്നൂരാണെന്നുമാണ് ഭീഷണി. ഭീഷണിക്ക് കാരണം SFIയുടെ വിദ്യാഭ്യാസ ബന്ദിന് പ്രിൻസിപ്പാൾ അനുമതി നൽകിയത്. തിരുവനന്തപുരം പാറശാലയിൽ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 13 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് പിടികൂടിയത് കൊച്ചുവേളിയിൽ നിന്നും നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നതോടെ കഞ്ചാവ് മാഫിയകൾ സജീവമായിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന. കോഴിക്കോട് മുക്കത്ത് KSRTC ബസിന്റെ ടയറിന് തീപിടിച്ചു. പുക ഉയരുന്നത് കണ്ട് ബസ് നിർത്തിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തടവുകാരായവരെ മോചിപ്പിക്കുവാനുള്ള ചർച്ച പുനരാരംഭിക്കുന്നു. വെടിനിർത്തിയാൽ ഗാസയിലുള്ള 120 ബന്ദികളെയും മോചിപ്പിക്കുമെന്ന് ഹമാസ്.